അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ ഒരു ഇസ്മു നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇതിന് ലഭിക്കുന്ന കൂലി എന്താണ് നിങ്ങൾക്കറിയോ? അള്ളാഹുവിൻ്റെ അർശ് പോലും കിടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള പടച്ച തമ്പുരാൻ്റെ ഒരു ഇസ്മ. മലക്ക് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ ഏറ്റവും പോരുഷയാക്കപ്പെട്ട നാമത്തെ വിളിച്ച് അവൻ നിന്നോട് ചോദിച്ചവനാണ്, അവൻ്റെ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എന്താണ് അള്ളാഹുവിൻ്റെ അർശ്? അർശ് എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അർശ് എന്ന് പറഞ്ഞാൽ എന്താ? ദുൽ അർശിൽ മജീദ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സൂറത്തുൽ ബുറൂജിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്, ദുൽ അർശിൽ മജീദ്, സിംഹാസനത്തിൻ്റെ ഉടമയും മഹത്വമുള്ളവനുമാണവൻ. വഅർശുർ റഹ്മാനി ഹുവ അഅലമുൽ മഖ്ലൂഖാത്ത്. അർശിൻ്റെതായ വലിപ്പം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഒമ്പിച്ചതും വിശാലമായതുമാണ് അർശ്. മനസ്സിലാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 20ഓളം തവണ അർശിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. വഹുവ റബ്ബുൽ അർശിൽ അലീം ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം, രാജകീയ പീഠം എന്നൊക്കെ അതിനർത്ഥം വരുന്നുണ്ട്. വകാന അർശുഹു അലൽ മാ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ 20ഓളം തവണയാണ് അർശിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹ് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടില്ല എന്താണ് അർശ് എന്ന് പറഞ്ഞാൽ? അർശ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സിംഹാസനം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ദുൽ അർശിൽ മജീദ്, സിംഹാസനത്തിൻ്റെ ഉടമയും മഹത്വമുള്ളവനുമാണവൻ. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. എന്നാൽ യഥാർത്ഥ രാജാവായ അല്ലാഹു ഉന്നതനായിരിക്കുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനത്രേ അവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല. റബ്ബുൽ അർശിൽ കരീം, മഹത്വമായ സിംഹാസനത്തിൻ്റെ നാഥനത്രേ അവൻ. ആ അർശ് പോലും കിടുങ്ങുന്ന തരത്തിലുള്ള ഇസ്മ 17 തവണ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ഏത് ആഗ്രഹവും സഫലമാക്കപ്പെടും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റപ്പെടുമേ. മനസ്സിലാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലാൻ എല്ലാവരും റെഡിയല്ല. ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. 17 പ്രാവശ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദിവസവും ഈ ഇസ്മ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവാക്കുക. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പറയാൻ റെഡിയല്ലേ എല്ലാവരും? ചൊല്ലുക, ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഒരു ആയത്തും കൂടി നിങ്ങൾ കേൾക്കുക. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത് കേൾക്കണേ. അല്ലദീന യഹ്മിലൂനൽ അർശ, അർശിനെ ചുറ്റുന്നവരുണ്ടല്ലോ, സിംഹാസനം വഹിക്കുന്നവർ. വമൻ ഹൗലഹു, അതിൻ്റെ ചുറ്റും സഞ്ചരിക്കുന്നവരും, അതായത് മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. വയുഅ്മിനൂന ബിഹി, അവനെ കൊണ്ടവർ വിശ്വസിക്കും. എന്നിട്ടോ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് വരുന്നത്. വയസ്തഗ്ഫിറൂന, അവർ ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊണ്ടിരിക്കും. ലില്ലദീന ആമനൂ, അള്ളാഹുവിനെ വിശ്വസിച്ച് കഴിയുന്നൊരു സമൂഹമുണ്ടല്ലോ. പടച്ച തമ്പുരാനെ വിശ്വസിച്ച് അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവനിലേക്ക് ഏൽപ്പിച്ച് അവന് വേണ്ടി തസ്ബീഹുകൾ ചൊല്ലി, തഹ്ലീലുകൾ ചൊല്ലി, ദിക്ർ ചൊല്ലി അവനെ വിശ്വസിച്ച് കഴിയുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറുകൾ ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. വൽ മലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. പറഞ്ഞു പോയാൽ ഒരുപാട് പറയുവാനുണ്ട്.
അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഇസ്മു എല്ലാവരും ധാരാളം ഇൻഷാ അല്ലാ ആവർത്തിക്കുക. കുറഞ്ഞതൊരു ദിവസം ഒരു 17 തവണയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാ നിങ്ങൾ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കാണുന്ന ഇസ്മുണ്ടല്ലോ, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്, ബഹുമാനമുള്ള വളരെ വളരെ പോർഷിയാക്കപ്പെട്ട ഒരു ഇസ്മാണിത്. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകൾക്കും എന്തുണ്ട്? പടച്ച തമ്പുരാൻ എല്ലാ ഇസ്മുകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. നിങ്ങളൊരു കച്ചവടം ആരംഭിക്കുമ്പോൾ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ ഒരു ഇസ്മ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ നിങ്ങളൊരു 5 തവണ നിങ്ങൾ ചൊല്ലി നോക്കിയേ. നിങ്ങൾ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട്, നമ്മൾക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുക. നമുക്ക് എല്ലാത്തിനും വിശ്വാസമാണ്. പടച്ച തമ്പുരാൻ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലൊരു സംശയത്തിൻ്റെ അംശം പോലും കണിക പോലും വരാതെ പടച്ച തമ്പുരാൻ ഇസ്മുകൾക്ക് ഓരോന്നിനും ഓരോ മഹത്വമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മു പറയുന്ന എല്ലാവരും റെഡിയല്ല, ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ഉതകുന്ന ഒരു ഇസ്മും കൂടിയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദുആയ്ക്കൊക്കെ മുമ്പ് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മു ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാൻ ഖൈറിലാക്കി തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ച തമ്പുരാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മു പറയാൻ എല്ലാവരും റെഡിയല്ലേ? ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നമ്മുടെ ദുആക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആക്ക് തൊട്ട് മുമ്പ് ഈ ഒരു ഇസ്മു പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ആ ഇസ്മും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ നാഥനിലേക്ക് നമ്മളുടെ കരങ്ങൾ ഉയർത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും റെഡിയല്ല, ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ബഹുമാനമുള്ള ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നമ്മുടെ മുമ്പിൽ നമുക്കാകെ ഉള്ളത് നമുക്ക് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താണ്. നമുക്കാകെ ഉള്ളത് നമ്മുടെ പടച്ച തമ്പുരാനിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിലേക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുക. അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രയാസങ്ങൾ പറയുക. നാം ചോദിക്കുന്നത് എന്താണോ അള്ളാഹു തരുന്നതും തരാത്തതും അവൻ്റെ കടമയിൽപ്പെട്ടതാണ്. അവൻ തരും തീർച്ചയായിട്ടും. ഒരു നാൾ നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിശ്വാസം എപ്പോഴും നമുക്ക് വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഇൻഷാ ആദ്യം നമുക്കൊരു 7 തവണ ഇൻഷാ അല്ലാഹ് ആദ്യം പറഞ്ഞ ഇസ്മും ഈ ഒരു ഇസ്മു നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11 തവണ ഇരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലി നമുക്ക് നമ്മുടെ കരങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നമ്മുടെ മനസ്സുകൾ നമുക്ക് ഇറക്കി വെക്കാം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ഇരുന്ന് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ചൊല്ലിക്കോളേൻ, ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളേൻ. യാ മുഗ്നി യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ് 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 യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്
يا غني يا مغني يا الله يا غني يا مغني يا الله. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമായ അല്ലാഹ്, കരുണ്യവാനായ കരുണക്കടലായ ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണയുള്ള നാഥ, കൃപയുള്ള തമ്പുരാനെ, എല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും നിന്റെ കരുണ കൊണ്ട് നിന്റെ കൃപ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അല്ലാഹുവേ നീക്കി തരണേ തമ്പുരാന്. പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തമ്പുരാന്. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരുണ്ട് അല്ലാഹ്. സ്വന്തമായ ഒരു ഭവനമില്ലാതെ വേദനിക്കുന്നവരുണ്ട് അല്ലാഹ്. മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് തമ്പുരാന്. മറ്റനേകായിരം വിഷമങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം പേരുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയുന്ന നാഥ, പടച്ച തമ്പുരാനെ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ കഴിയുന്ന, മക്കളില്ലാതെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട് തമ്പുരാന്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ കാണണേ തമ്പുരാന്. കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സ്വന്തമായുള്ള ഒരു ഭവനം നീ നൽകണേ തമ്പുരാന്. അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അനുഗ്രഹമായിട്ടുള്ള സമ്പത്ത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീക്കി അവർക്ക് അവരുടെ മനസ്സുകൾക്ക് സന്തോഷമാകുന്ന, അവരുടെ കണ്ണുകൾക്ക് കുളിർമയാകുന്ന സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. കുടുംബ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബ ബന്ധങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പുതിയതായി കച്ചവടം തുടങ്ങാനിരിക്കുന്ന, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് പടച്ച തമ്പുരാനെ അത് എത്രയും പെട്ടെന്ന് തുറക്കുവാനുള്ള വഴികൾ, തുടങ്ങുവാനുള്ള വഴികൾ നീ അനുകൂലമാക്കി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങൾ തുടങ്ങിയവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ, തുടങ്ങി പാതി വഴിയിൽ എത്തി നിൽക്കുന്ന, മുമ്പോട്ട് പോകാതെ വിഷമത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും കച്ചവടങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഓരോ കുടുംബങ്ങളുടെയും പടച്ച തമ്പുരാനെ പ്രതീക്ഷകളാണ്. ഓരോ കുടുംബങ്ങളുടെയും പടച്ച തമ്പുരാനെ മുമ്പോട്ടുള്ള ഗമനത്തിന് അല്ലാഹുവേ അവർ കണ്ടെത്തി അവരുടെ വഴികളിൽ പടച്ച തമ്പുരാനെ നീ ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാന്. നിന്റെ കരുണ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ഗുരുവര്യന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർ നെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു, അവിടെ പൊരുത്തം സമ്പാദിച്ച നല്ല മക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ബന്ധുമിത്ര എല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. റോഡരികൾ ചിന്നിച്ചിതറി കിടക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വെക്കല്ല തമ്പുരാനെ.
ആശുപത്രിയുടെ വരാന്തകളിൽ കയറിയിറങ്ങേണ്ടുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ വെക്കല്ല തമ്പുരാനെ. എല്ലാ പേടിപ്പെടുത്തുന്നതുമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ റഹ്മത്തും ബറക്കത്തും ഞങ്ങളിലേക്ക് നീ ചൊരിഞ്ഞു തരണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.